സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദൻ എവിടെയാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ശത്രുക്കൾ മാത്രമേ അത് അറിയാനുള്ളൂ. ശത്രുക്കൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ ഒരാളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അയാൾക്കാണെങ്കിൽ നന്ദനെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. അതിനു മുന്നേ തന്നെ എസ്തപ്പാൻ കണ്ടതുകൊണ്ട് അയാൾക്ക് നല്ല അടിയും കിട്ടുന്നുണ്ട്. അയാളെ അവിടെ നിന്ന് എസ്തപ്പാൻ തുരത്തി ഓടിക്കുന്നുണ്ട്. എന്തായാലും അരുന്ധതിയും ഇസബെല്ല എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുന്ന എപ്പിസോഡ് തന്നെയാണെന്ന് വരാൻ പോകുന്നത്. നമ്മളുടെ CP ആണെങ്കിൽ അരുന്ധതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ദേവികയെ കണ്ടിരുന്നു. അപ്പോൾ ദേവിക എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ദേവിക ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, മേഡം ഋഷി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ദേവിക പറഞ്ഞ്. അതെങ്ങനെയാണ് ദേവിക അറിഞ്ഞ്? ദേവികയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഏതോ ഷാഡോ പോലീസുകാരനെ പറഞ്ഞെന്നാണ് പറഞ്ഞ്. എന്തായാലും അന്ന് ഋഷീനെ കാണാണ്ടായപ്പം ഋഷീനെ കാണാതെ അയാളുടെ അന്വേഷണമായിട്ട് ദേവിക കുറച്ച് നാൾ നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ആ ഷാഡോ പോലീസുകാരനോട് ദേവിക പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളിപ്പോൾ വിളിച്ച് പറഞ്ഞെന്നാണ് പറഞ്ഞ്. അന്നേരം അരുന്ധതിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ശരിക്കും ദേവിക നമ്മളുടെ ശത്രു അല്ലേ? ദേവികയുടെ ഭർത്താവാണ് നന്ദൻ. ഈ നന്ദനെ കുറ്റവാളിയാക്കുന്ന ആ ഒരു കാര്യത്തിൽ ദേവിക നമ്മൾക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ വന്ന എല്ലാ കാര്യങ്ങളും പറയണേ എന്തിനാ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവില്ല CP എന്ന് ചോദിക്കുമ്പം CP ആണെങ്കിൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചതി ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കണം മേഡം. എന്തായാലും ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ തന്നെ ആയിരിക്കാം നന്ദനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി ഋഷിയും അതുപോലെ ഇസബെല്ലയും നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത് അവർക്ക് എങ്ങനെയെങ്കിലും മനസ്സിലായി കാണും. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അവർക്ക് മനസ്സിലാവാനാ? ഋഷി പ്ലാൻ ചെയ്തത് ഋഷിക്കും CPക്കും അല്ലേ അറിയുള്ളൂ. ഇസബെല്ല പ്ലാൻ ചെയ്തത് ഇസബെല്ലയ്ക്കും കെവിനും അറിയുള്ളൂ. പിന്നെ ചന്ദ്രോത്തുള്ളവരിത് അറിയണേ എങ്ങനെയാ? അതാ മേഡം എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തത് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അതിനു മുന്നേ തന്നെ നന്ദനെ അവിടെ നിന്ന് മാറ്റിയത്. എന്തായാലും നന്ദൻ നാട് വിട്ട് പോയേക്കണതൊന്നുമല്ല. നന്ദൻ ഉറപ്പായിട്ടും ദേവികയുടെയും സിദ്ധാർത്ഥൻ്റെയും കസ്റ്റഡിയിൽ തന്നെ കാണും. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഋഷി മരിച്ചു എന്നും പറഞ്ഞ് നമുക്ക് നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും ഞാനൊന്ന് ഇസബെല്ലേനെയും കെവിനെയും വിളിക്കട്ടെ എന്ന്. ആ സമയത്ത് ഋഷി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഋഷി വന്നിട്ട്, എന്താ അമ്മ, എന്താ അങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് മോനെ വലിയൊരു പ്രശ്നമുണ്ട്, നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ദേവിക എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ അമ്മേ ദേവിക മനസ്സിലാക്കിയേ? ഇനിയിപ്പോൾ കെവിനെങ്ങാനും ദേവികയോട് പറഞ്ഞതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല. എന്തായാലും ദേവിക പറഞ്ഞത് ഋഷി ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആരോടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം CPയോടാ പറഞ്ഞത്. വേറെ എന്താ അങ്കിളെ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നും പറഞ്ഞില്ല, നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ. എന്തായാലും ഇനി നമ്മളുടെ മുന്നോട്ടുള്ള നീക്കം വളരെ അപകടം പിടിച്ചതാ. എത്രയും പെട്ടെന്ന് അമ്മ പറഞ്ഞതുപോലെ മോൻ ഇവിടുന്ന് പോകാൻ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ രാധികേനെയാണ്. രാധികയാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്, ശാരി ദേവി എന്താ ഇതുവരെ തിരിച്ചു വരാത്തതെന്ന് ചോദിക്കുമ്പം ചേച്ചി ഇപ്പം തന്നെ വരും, വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി അമ്മയുടെ ടെൻഷനൊക്കെ മാറിയില്ലെന്ന് ചോദിക്കുമ്പം ഇപ്പോഴും എനിക്ക് മനസ്സിന് സമാധാനമായ. ഇത്രയും ദിവസം നന്ദനെ എവിടെയാണെന്ന് അറിയാണ്ട് എനിക്ക് ടെൻഷനായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു ദേവികയ്ക്ക് അറിയാം നന്ദനെ എവിടെയാണ്. കാരണം ചില സമയത്ത് അവൾ നല്ല സന്തോഷത്തിൽ ചിരിച്ച് നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു, നിനക്കെന്താ ഒരു സങ്കടവും ഇല്ലാത്തതെന്ന്. അപ്പോൾ അവൾ മറുപടി ഒന്നും പറയുകയും ചെയ്തില്ല. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നല്ലോ എന്ന്. ആ സമയത്ത് മാധവൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. നന്ദമോനെ കാണാതായെന്ന് കേട്ടപ്പോൾ മുതൽ എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയാവുമെന്ന് ഓർത്ത്. ഇനിയിപ്പോൾ എന്തായാലും നന്ദമോൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. ഇനി മോളും നന്ദമോനും ഒരുമിച്ച് ജീവിച്ച് കണ്ടാൽ മതി. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഈ ഒരു വിചാരം മാത്രമാണുള്ളൂ, ദേവിയേച്ചിയോട് നന്ദേട്ടൻ എന്തൊക്കെ ദ്രോഹമാണ് ചെയ്തത്, എന്നിട്ടും ദേവിയേച്ചി നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്നാണോ അച്ഛനും അമ്മയും പറയണേന്ന് ചോദിക്കുമ്പം അതൊക്കെ മോളുടെ തെറ്റിദ്ധാരണയാണ് മോളെ. എന്തായാലും നന്ദമോൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ആ ഇസബെല്ലയുടെ കൂടെ പോയതോന്ന് ചോദിക്കുമ്പം അതൊക്കെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയായിരിക്കും. നന്ദമോൻ ഒരിക്കലും മോളെ മറന്നൊന്നും ചെയ്യൂല. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇപ്പോഴും നന്ദമോനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ചേച്ചിയുടെ ജീവിതത്തിന് ഇവിടെ പ്രാധാന്യമില്ലേ? എന്തായാലും ചേച്ചി ഇനി നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കാനൊന്നും പോണില്ല. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതെ പോയേ ശാരി, നീയാണോ അതൊക്കെ തീരുമാനിക്കണേ? അതൊക്കെ മുതിർന്നവർ തീരുമാനിച്ചോളൂ. അന്നേരം ശാരിക പറയുന്നുണ്ട്, മുതിർന്നവർ തീരുമാനിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയമ്മേ, ഇനി ചേച്ചിയുടെ കാര്യം തീരുമാനിക്കുന്നത് ചേച്ചി തന്നെയാണ്. ആ സമയത്ത് അങ്ങോട്ട് ദേവിക വരുന്നുണ്ട്. ദേവികയെ കണ്ടതും രാധിക വന്നിട്ട്, എന്തായി മോളെ, നന്ദൻ സുഖമായിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മേ, എന്നാലും നിങ്ങളെല്ലാവരും ചേർന്ന് ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചല്ലോ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പം എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒന്നാമതേ അമ്മ പോലും സത്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണ്. അമ്മ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ
ശത്രുക്കൾക്ക് അമ്മയുടെ പാവത്തിൽ നിന്ന് അത് പെട്ടെന്ന് മനസ്സിലായേനെ. എന്തായാലും അമ്മ സത്യങ്ങൾ അറിയാതിരുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നേന്ന്. ഇനി എന്താ മോളുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നന്ദുവിനെ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് മാത്രമേ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു ലക്ഷ്യമുള്ളൂ എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ മോളെ, ഇനിയിപ്പോൾ മോൾക്ക് നന്ദൻ്റെ കൂടെ ജീവിക്കാൻ പാടില്ലേ, നന്ദമോൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല മോളെ എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ മുന്നിൽ അതൊന്നും ഇല്ല അച്ഛാ, എന്തായാലും നന്ദനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ ഒരു വാക്ക് എനിക്ക് പാലിക്കണം, പിന്നീടുള്ള എൻ്റെ ജീവിതം നന്ദൻ്റെ കൂടെ ആയിരിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ജീവിക്കണം. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇപ്പോഴാ ചേച്ചിയുടെ തീരുമാനത്തിന് ഒരു MLAയുടെ പവർ ഉണ്ടായെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്നാലും സിദ്ധു നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ഇങ്ങനെ മണ്ടിയാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു. എന്തായാലും ആ കെവിനൊക്കെ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കെവിൻ ഇവിടെ വന്ന് നന്ദനെ മധുരയിൽ വെച്ച് കണ്ടെന്ന് തന്നോട് പറഞ്ഞത്. ആ സമയത്ത് താൻ സത്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നന്ദനെ മധുരയിൽ വെച്ച് കണ്ടു എന്നുള്ള സന്തോഷത്തിൽ കെവിൻ്റെ ഒപ്പം മധുരയ്ക്ക് അന്വേഷിക്കാൻ പോകാനൊക്കെ തയ്യാറായില്ലേ. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നന്ദൻ എവിടെയാണെന്നുള്ള വിവരം ചന്ദ്രോത്തുള്ള ആർക്കും അറിയില്ലാന്ന്. അപ്പോൾ തന്നെ ശത്രുക്കൾ ഒന്നും കൂടി പേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പ്രഭാവതി പറയുന്നുണ്ട്, അതിന് കെവിൻ നന്ദൻ്റെ ശത്രുവാണോ സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല പ്രഭേ, എന്തായാലും അന്നത്തെ ആ ഒരു സംഭവം നന്ദൻ പറഞ്ഞത് ഒട്ടും ഹരിയേട്ടൻ വിശ്വസിച്ചിട്ടില്ല. ഹരിയേട്ടന് ഉറപ്പുണ്ട് നന്ദനക്ക് ഒറ്റയ്ക്ക് ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതുമാത്രമല്ല ഈ ഋഷി മരിച്ചോന്ന് തന്നെ നമുക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു എന്തൊക്കെയായി പറയണേ, ഋഷിയെ നന്ദനല്ലേ കൊന്നതും കുഴിച്ചിട്ടതെന്ന് പറയുമ്പം നന്ദൻ കൊന്നല്ലേ ഉള്ളൂ, കുഴിച്ചിട്ടത് നന്ദനാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അല്ല സിദ്ധു കുഴിച്ചിട്ടത് കെവിനാണ്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് താൻ ഇത്രയും ദിവസം ഹരിയേട്ടൻ ചോദിച്ചപ്പോൾ ഇതൊന്നും പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം അത് നന്ദൻ കെവിനും ഇസബല്ലയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടായാലും അവരുടെ പേര് ആരോടും പറയില്ല, അവരെ രക്ഷിച്ചോളാന്ന്, അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊന്നും പറയാതിരുന്നതെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോഴേ എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്, അന്ന് ഈ കെവിനും ഇസബല്ലയും പറഞ്ഞിട്ടാണോ നിങ്ങൾ ദേവികേനെയും കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി ആദ്യം എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, സത്യം പറയാലോ സിദ്ധു, അവരുടെ നിർബന്ധത്തിനാണ് ഞങ്ങൾ ദേവികയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടി വ്യക്തമായി, എന്തായാലും ഋഷിയെ നന്ദൻ കൊന്നിട്ടൊന്നുമില്ല, ഋഷിയെ നന്ദൻ കൊന്നു എന്നും പറഞ്ഞ് നന്ദനെ തെറ്റിദ്ധരിപ്പിച്ച് അവർ കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തതാണ്. സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സിദ്ധു പറയുന്നതൊക്കെ നേരാണോ സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നന്ദൻ ഒരിക്കലും ഒരാളെ ഒറ്റയ്ക്ക് കുഴി വെട്ടി കുഴിച്ചിടാനൊന്നും പറ്റില്ല, അത് തനിക്കും അറിയില്ലേ, നന്ദൻ ഒരാളെ കൊന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, അങ്ങനെയുള്ള നന്ദൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും നന്ദന് ഒരു കുഴി വെട്ടി അയാളെ കുഴിച്ചിടാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല, അത് ഹരിയേട്ടനും അറിയാം, അതുകൊണ്ട് ഹരിയേട്ടൻ പല പ്രാവശ്യം തന്നോട് മാറി മാറി ചോദിച്ചത് വേറെ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ താനത് നിഷേധിക്കുകയല്ലേ ചെയ്തതെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ പറ്റിപ്പോയി സിദ്ധു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് തർക്കിച്ചിട്ട് എന്താ കാര്യം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ എസ്തപ്പാൻ്റെ വീടാണ്. ഈ എസ്തപ്പാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു എസ്തപ്പാൻ ചേട്ടാ അവിടെ വന്നേന്ന് ചോദിക്കുമ്പം ആരാന്നൊന്നും അറിയില്ല, ഒരു പിച്ചക്കാരനെ കൂട്ട് ഒരുത്തനാ കുറേ ആക്രി സാധനങ്ങളും പറക്കിക്കൊണ്ടാണ് വന്നേ, അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം അതാ മോനെ എനിക്കും മനസ്സിലാവാത്തത്, എന്തായാലും മോൻ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആ സമയത്ത് ഇടത്തി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതേടെ എസ്തപ്പാനെ എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, അയാൾ ഈ നന്ദമോൻ കിടക്കുന്ന റൂമിൻ്റെ ജനലൊക്കെ വന്ന് ഇന്നിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഞാനും ഇങ്ങോട്ട് വന്നത്, അയാളെ കണ്ടത് ഞാൻ പേടിച്ചു പോയി, പിന്നീട് അയാളുടെ സംസാരത്തിൽ നിന്ന് അയാൾ പ്രാന്തനാണെന്ന് എനിക്ക് തോന്നി, പിന്നെ വിശക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്, ആദ്യം ഞാൻ ചോറ് കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷേ അയാൾ വിശക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്ന് നിലവിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ആരെയും കയറ്റരുതെന്ന്, ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് നന്ദമോൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ അപകടമാവും, അതുകൊണ്ടാണ് നന്ദമോനെ രഹസ്യമായിട്ട് നമ്മളുടെ അടുത്ത് കൊടുന്ന് ദേവിക മോളെ ഏൽപ്പിച്ചത്, അതിനൊരു പോറലും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നിൽക്കണം, ആരെങ്കിലും ഇങ്ങോട്ട് വന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിവരം അറിയിക്കണം, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്നാലും എന്നെ അന്വേഷിച്ച് അയാളെ പറഞ്ഞു വിട്ടത് ആരായിരിക്കുമെന്ന് ചോദിക്കുമ്പം അത് സംശയിക്കാനൊന്നുമില്ല, മോൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും, ഭാഗ്യത്തിനാണ് മോൻ രക്ഷപ്പെട്ടത്, അതുകൊണ്ടാണ് ദേവിക മോള് പറഞ്ഞത് റൂം അടച്ച് ഇരുന്നോളണം, പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന്. ഇല്ല എസ്തപ്പൻ ചേട്ടാ, ഇനി ഞാൻ ഒരിക്കലും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോണില്ല, ദേവി എന്ത് പറയണോ അത് മാത്രമേ ഞാൻ ഇനി അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ കാരണം ദേവി ഒരുപാട് സങ്കടപ്പെട്ടു, ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, എന്നെ ആ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാ ദേവി ഇപ്പോൾ കിടന്ന് ഓടിപ്പായണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗിരി നന്ദു എവിടെയാണെന്നുള്ള കാര്യം ഗിരിക്ക് നേരത്തെ അറിയാമായിരുന്നോന്ന്. ആ സമയത്ത് ഗിരീഷൻ ഇങ്ങനെ ചിരിക്കുമ്പം രജനി പറയുന്നുണ്ട്, അപ്പോൾ ഗിരിക്ക് അറിയായിരുന്നല്ലേ, എന്നിട്ട് എന്തിനാ ഗിരി എന്നിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ
അത് വേറെ ഒന്നുമല്ല, നിനക്കും നിൻ്റെ അമ്മയ്ക്കും ആ ഭാർഗവി ആൻറ്റിക്കൊന്നും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിങ്ങളെ ഒന്നും സത്യങ്ങൾ അറിയിക്കാതിരുന്നത്. അതുമാത്രമല്ല, മുരളീനെയും അറിയിച്ചില്ല. മുരളി അറിഞ്ഞാലും എങ്ങനെയെങ്കിലും ഭാർഗവി ആൻറ്റി അറിയുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരെയും അറിയിക്കാതിരുന്നത്. എന്തായാലും സത്യങ്ങൾ ആരും അറിയാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നു എന്ന്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, എന്നാലും എന്തിനാ നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ ഒളിവിൽ താമസിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായ കാരണമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളാരും അങ്ങനെ ചെയ്യില്ലല്ലോ. ആ സമയത്ത് കിരീടം അങ്ങോട്ട് വന്നിട്ട് രജനിയോട് പറയുന്നുണ്ട്, എന്നാലും മോളെ നീ ആ ദേവികയെ ഇതും പറഞ്ഞ് എന്തോരം അപമാനിച്ചു എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ലായിരുന്നല്ലോ അമ്മേ. അവരന്വേഷണം ഉഴപ്പണ കണ്ടപ്പം മനഃപൂർവ്വം ഉഴപ്പണയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അല്ലാതെ ദേവിക ഒക്കെ ചേർന്ന് നന്ദനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിച്ചേക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതിനൊക്കെ കാരണക്കാരൻ ഈ ഗിരി തന്നെയാണ്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ കുറ്റവും എൻ്റെ തലയിലേക്ക് വെച്ചോ. എന്തായാലും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ നന്ദനൊന്നും സംഭവിച്ചിട്ടില്ല, അധികം വൈകാതെ നന്ദൻ തിരിച്ചു വരുമെന്ന്. അപ്പോഴെങ്കിലും നിനക്ക് ഊഹിക്കായിരുന്നല്ലോ നന്ദനൊന്നും പറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പം നീ ദേവികയും എന്നെയും പഴി ചാരിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ എന്ന്. അന്നേരം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നന്ദമോന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി നിങ്ങളതും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ, ഇസബല്ലേനെ, കെവിനെ, CP-നെയൊക്കെയാണ്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങളോട് കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ദേവികയെ വിളിച്ച് ഞാൻ സത്യങ്ങളെല്ലാം പറയാം, ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഇത് പരിഹരിക്കാമെന്ന്. അപ്പോൾ ഇസബല്ലയ്ക്കും കെവിനും ഋഷിക്കും പറഞ്ഞു നിർബന്ധം ചന്ദ്രോത്തുകാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. ഇപ്പം എന്തായി, ഇനി പാഠം പഠിക്കാൻ പോണത് നമ്മളാ. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്നാലും ആൻറ്റി അവളെങ്ങനെയാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ഏതോ ഷാഡോ പോലീസുകാരൻ അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്നാ. പക്ഷേ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. അന്ന് ആ ജഡ്ജിയിലെ ഹരികൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് അപകടം മണത്തതാ. അന്നേ ഞാൻ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതാ. അപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനൊന്നും തുറന്നു പറയാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സത്യങ്ങൾ തുറന്നു പറയേണ്ട കാര്യമൊന്നുമില്ല, അവരായിട്ട് തന്നെ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ആൻറ്റി അവരെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? ഋഷി അതിന് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ എന്ന് പറയുമ്പം അതൊന്നും ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ സേഫ് ആവാൻ നോക്കിക്കോന്ന്. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ഋഷിയെ എത്രയും പെട്ടെന്ന് ദുബായിക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോണേ എങ്ങനെയാണ് ആൻറ്റീന്ന് ചോദിക്കുമ്പം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും CP ചെയ്തിട്ടുണ്ട്, വിസയും ടിക്കറ്റും എല്ലാം CP റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഋഷി ദുബായിക്ക് പോട്ടെ. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ ഈ സാഹചര്യത്തിൽ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പം ഇസബല്ലയും പറയുന്നുണ്ട്, തൽക്കാലം ഋഷി ആൻറ്റി പറയുന്നത് കേക്ക്, എത്രയും പെട്ടെന്ന് ദുബായിക്ക് പോയിക്കോ, അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, മിക്കവാറും നമ്മളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരുന്നു. ആ സമയത്ത് ഋഷിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഋഷിക്ക് ദുബായിക്ക് പോകാനൊന്നും പറ്റില്ല. അതിനു മുമ്പായിട്ട് തന്നെ ഋഷിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.